ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറേ ഡിലീഷൻ ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള സി പ്രോഗ്രാമാണ്. നമുക്ക് നോർമലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പുതിയൊരു ഫയലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂ സോഴ്സ് ഫയൽ കൊടുത്തിട്ട് ഫയലിൻ്റെ നെയിം കൊടുക്കുക. ദെൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ ഇതാണ് അറേ ഡിലീഷൻ ഓപ്പറേഷനുള്ള പ്രോഗ്രാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ആസ് യൂഷ്വൽ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ നമ്മൾ പ്രിന്റ് എഫും സ്കാൻ എഫും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഫംഗ്ഷൻ ആണ് എന്താണ് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷനിൽ അതിന്റെ റിട്ടേൺ ടൈപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റിജർ ആണ്. സോ ഫൈനലി ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. റിട്ടേൺ 0, ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ 0 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുന്ന സമയത്ത് ഫംഗ്ഷനകത്ത് ഫസ്റ്റ് നമ്മൾ എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ് ഒരു 100 സൈസുള്ള അറേ എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. സൈസ് പ്രീ ഡിഫൈൻഡ് ആണ്, 100 ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പൊസിഷൻ എന്ന് പറഞ്ഞ അറേയില് പെർട്ടിക്കുലർ പൊസിഷനിലുള്ള എലമെന്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ നമ്മൾ ആദ്യം യൂസറിന്റെ അടുത്തുനിന്ന് എത്ര എലമെന്റ്സ് അറേയിൽ ഉണ്ടെന്ന് റീഡ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ആ നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് n എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐറ്ററേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൂപ്പിൽ ഒരു വേരിയബിൾ c എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും യൂസ് ചെയ്യുന്നു. അങ്ങനെ 4 വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. 4 ഇൻറ്റിജർ ടൈപ്പ് ആണ്. ദെൻ ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീവിയസ് ഔട്ട്പുട്ട്സ് അവിടുന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അറേയിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ടെന്ന് റീഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കും. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുത്തു. അത് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ആ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സിനെ സ്കാൻ ചെയ്തിട്ട് n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ സ്കാൻ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ആണല്ലോ, അപ്പൊ അത് ഇൻറ്റിജർ ടൈപ്പ് ആണ്. സോ അതാണ് ഇവിടെ %d %n. ദെൻ എന്താണ്, അപ്പം 5 ആണെങ്കിൽ ഒരു 5ഓ 10ഓ എത്രയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാന്ന് വെച്ചാൽ അത്രയും നമ്പർ ഓഫ് എലമെന്റ്സിന് ഇനി നമുക്ക് എന്ത് ചെയ്യണം, റീഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഈ 3 സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം എന്താണ്, ഇത്രയും നമ്പർ ഓഫ് 5 ആണ് നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ 5 നമ്പർ ഓഫ് എലമെന്റ്സിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. എൻ്റർ %d എലമെന്റ്സ്. ഈ %dന്റെ സ്ഥാനത്ത് എന്ത് വരും, എന്നിലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും പ്രിന്റ് ചെയ്യുക. സോ എൻ്റർ, ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത എന്നിന്റെ വാല്യൂ 5 ആയിരുന്നെങ്കിൽ എൻ്റർ 5 എലമെന്റ്സ് എന്ന് പറഞ്ഞു വരും. 10 ആണെങ്കിൽ എൻ്റർ 10 എലമെന്റ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വരും. ദെൻ അത്രയും എലമെന്റ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റർ ചെയ്യുന്ന ഓരോ വാല്യൂവിനും സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്, അറേ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഓരോ ഇൻഡെക്സിലേക്കാണ്. ആദ്യം അറേ ഓഫ് 0ലേക്ക് സ്റ്റോർ ചെയ്യും, പിന്നെ അറേ ഓഫ് 1, അറേ ഓഫ് 2, അങ്ങനെ എത്രയാണോ നമ്മൾ n വാല്യൂ കൊടുത്തത് അപ്പോൾ അതിനേക്കാളും ഒന്ന് ലെസ് ആവുന്നത് വരെ ഇൻഡെക്സ്. സോ അറേ ഓഫ് n-1 വരെ ആയിരിക്കും എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുക. ഇൻഡെക്സ് 5 ആണ് കൊടുത്തതെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2, അറേ ഓഫ് 3, അറേ ഓഫ് 4, അങ്ങനെ 5 എലമെന്റ്സിനെയാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ 0 തൊട്ടിട്ട് അറേന്റെ ഇൻഡെക്സ് n-1 ആവുന്നത് വരെ എന്താണ്, ഓരോ എലമെന്റ്സിനെയും സ്കാൻ ചെയ്തിട്ട് അറേന്റെ ആ പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് എഴുതാം. ദെൻ അതില് സിന്റെ വാല്യൂ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, 0 ആണ്.
ദെൻ n-1 ആവുന്നത് വരെ മതി. അതുകൊണ്ടാണ് c ലെസ് ദാൻ n. c ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ n-1 സിന്റെ വാല്യൂ n-1 ആവുന്നത് വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ദെൻ ലൂപ്പിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഓരോ എലമെന്റ്സിനെയും സ്കാൻ ചെയ്തിട്ട് അറേയുടെ പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 0-ൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അറേ ഓഫ് 0-നെ റീഡ് ചെയ്യും. ദെൻ സിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ സിന്റെ വാല്യൂ എന്തായി? 1 ആയി. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത അറേന്റെ നമ്പർ ഓഫ് എലമെന്റ്സിനേക്കാളും ലെസ് ആണോ നോക്കും. ആണെങ്കിൽ അടുത്ത എലമെന്റിനെ സ്കാൻ ചെയ്യും. പിന്നെ വീണ്ടും സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആക്കും. 2 ലെസ് ദാൻ n ആണോ നോക്കും. വീണ്ടും സ്കാൻ ചെയ്യും. അങ്ങനെ n-1 ആവുന്നത് വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ മൊത്തം എലമെന്റ്സിനെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡിലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഏത് പൊസിഷനിലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് റീഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിനാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കും, enter the location where you wish to delete the element എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് പൊസിഷൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമ്മള് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ പൊസിഷനിൽ ആ എലമെന്റിനെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നതിന് പൊസിഷൻ നമ്മൾ കൊടുക്കുക എങ്ങനെയാ? ഇൻഡെക്സ് പോലെയല്ല. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടിട്ട് n-1 വരെയാണ്. പക്ഷെ നമ്മൾ പൊസിഷൻ പറയുന്ന സമയത്ത് 0th ലൊക്കേഷനിലുള്ള എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാന്നല്ല പറയാം. നമ്മൾ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് ആ പൊസിഷൻ എന്ന് പറയുന്നതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 തൊട്ടിട്ട് n വരെയാണ്. ഇൻഡെക്സ് 0 തൊട്ട് n-1 വരെയാണെങ്കിൽ പൊസിഷൻ നമ്മൾ പറയപ്പോഴും 1 തൊട്ടിട്ട് n വരെയാണ്. അപ്പൊ നമ്മൾ കൊടുത്ത പൊസിഷൻ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള പൊസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾക്കിപ്പോ അറേയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണെങ്കിൽ നമ്മൾ 6th ലൊക്കേഷനിലെ എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ കൊടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് സൈസിന്റെ അത്ര തന്നെയാണോ എന്ന് നോക്കുക. സൈസ് വാല്യൂവിനെക്കാട്ടും ഇപ്പൊ സൈസിനെക്കാട്ടും 1 കൂടുതലായിരിക്കും. അതായത് നമ്മൾ കൊടുത്തത് ഇപ്പം 5 ആണെങ്കിൽ അതായത് 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 വരെ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് 6 ആവുകയാണെങ്കിൽ ഡിലീഷൻ നോട്ട് പോസിബിൾ ആണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇത്. അതായത് ഇഫ് പൊസിഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n+1 ആണെങ്കിൽ ഡിലീഷൻ നോട്ട് പോസിബിൾ. n വരെ മാത്രമേ പൊസിഷന്റെ വാല്യൂ വരാൻ പാടുള്ളൂ. അതർവൈസ് അതൊരു വാലിഡ് പൊസിഷൻ അല്ല. സോ ഡിലീഷൻ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീഷൻ പോസിബിൾ ആണ്. അപ്പൊ അതിനുള്ളതാണ് ഇത്രയും സ്റ്റെപ്പ്. അപ്പൊ ഇത് മൊത്തം എന്താണ്? ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള അറേ പ്രിന്റ് ആവുന്നത് വരെ മൊത്തം എൽസ് കേസിലാണ് എഴുതേണ്ടത്. അപ്പൊ ഡിലീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു 5 എലമെന്റ്സിൽ അറിയുന്ന സെക്കൻഡ് പൊസിഷനിലുള്ള എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഡിലീഷൻ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സെക്കൻഡ് പൊസിഷനിലുള്ള എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ തേർഡ് പൊസിഷനിലുള്ള എലമെന്റിനെ എടുത്തിട്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് ഇടുക, ഫോർത്തിന് എടുത്തിട്ട് തേർഡിലേക്ക് ഇടുക, ഫിഫ്ത്തിന് എടുത്തിട്ട് ഫോർത്തിലേക്ക് ഇടുക. അതാണ് ആക്ച്വലി നടക്കുന്നത്. അതായത് ഓവർ റൈറ്റ് ചെയ്യുക. തൊട്ടടുത്ത എലമെന്റിനെ വെച്ചിട്ട് ഒരു കറണ്ട് എലമെന്റിനെ ഓവർ റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാന്ന് വെച്ചാൽ ആ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് കൊടുത്ത പൊസിഷൻ ഏതാണോ ആ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡെക്സിന്റെ കേസിൽ അതെന്താണ്? പൊസിഷനെക്കാട്ടും 1 കുറവാണ്. ഇൻഡെക്സ് കേസിൽ, അതായത് 1 ആണ് നമ്മളെ പൊസിഷൻ എങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷനേക്കാളും 1 കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സിന്റെ വാല്യൂ പൊസിഷൻ -1ൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള എലമെന്റിനെ, അതായത് അറേ ഓഫ് c+1നെ എടുത്തിട്ട് അറേ ഓഫ് സിയിലേക്ക് ഇട്ടു. ദെൻ അതിനുശേഷം വീണ്ടും സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ തൊട്ടടുത്ത എലമെന്റിനെ എടുത്തിട്ട് പ്രീവിയസ് എലമെന്റിലെ ലൊക്കേഷനിലേക്ക് ഇടുക. ആ ഒരു ഓപ്പറേഷൻ ഏതുവരെ ചെയ്യണം? നമ്മുടെ അറേന്റെ സൈസിനേക്കാളും 1 കുറവാകുന്നത് വരെ. അതായത് ഈ കോപ്പിയിങ് നടത്തുന്നത്, അതായത് നമുക്കിപ്പോ 5th ലൊക്കേഷൻ
5 എലമെന്റ്സ് ഉള്ള അറേ ആണെങ്കിൽ നമുക്ക് ഏതുവരെ കോപ്പി ചെയ്യണം? തേർഡ് ലൊക്കേഷനിലേക്ക് ഫോർത്തിനെ ഇടുന്നത് വരെ ചെയ്താൽ മതി. അതുകൊണ്ടാണ് C<n-1 എന്ന് പറഞ്ഞു കൊടുത്തത്. അതായത് സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5ന്റെ കേസിൽ 3 വരെ മതി അല്ലെ? മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് 4ാമത്തെ വാല്യൂവിനെ ഇടുന്നത് വരെ മതി. അതുകൊണ്ടാണ് ഇവിടെ C<n-1 എന്ന് പറഞ്ഞു കൊടുത്തത്. അതായത് സിന്റെ വാല്യൂ n-2 ആവുന്നത് വരെ ഉള്ളൂ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. ദെൻ ആ കോപ്പിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് റിസൾട്ടന്റ് അറേ പ്രിന്റ് ചെയ്യണം. റിസൾട്ടന്റ് അറേയിൽ അപ്പം എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കും? n-1 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സിന്റെ കേസിൽ n-0 തൊട്ടിട്ട് n-2 വരെയാണ് ഇൻഡെക്സ് ഉണ്ടാവുക. ആദ്യം നമ്മൾക്ക് ഒരു ബിഫോർ ഡിലീഷൻ 0 തൊട്ട് n-1 വരെയാണെങ്കിൽ ഡിലീഷൻ കഴിയുന്ന സമയത്ത് എന്താണ് ഒരു എലമെന്റ് പോയി. അപ്പൊ 0 തൊട്ട് n-2 വരെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലൂപ്പ് എഴുതി, ലൂപ്പിലെ കണ്ടീഷൻ എഴുതി, ദെൻ ഓരോ എലമെന്റിനെയും അറേയിൽ നിന്ന് എടുക്കുക, പ്രിന്റ് ചെയ്യുക, ദെൻ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഈ ലൂപ്പ് until the array end ചെയ്യുന്നത് വരെ റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ വിസിബിൾ ആവുന്നതിന് വേണ്ടി getch ഫംഗ്ഷനും യൂസ് ചെയ്തു. മെയിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇന്റ് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റിനെയും കോൾ ചെയ്തു. ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഒന്നുമില്ല. ദെൻ റൺ ചെയ്ത് നോക്കാം. enter the number of elements in the array. അത് നമ്മൾ 10 കൊടുത്തു വെച്ചായിരിക്കും. അപ്പോൾ 10 എലമെന്റ്സിനെ എൻ്റർ ചെയ്യണം. ഓക്കെ, enter the location where you wish to delete element. അപ്പൊ നമ്മൾക്ക് 5നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് വിചാരിക്കാം. 5 എന്ന് പറഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്? 1, 2, 3, 4th ലൊക്കേഷനിലാണ് ഉള്ളത്. ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. അപ്പൊ അതിനനുസരിച്ച് 4th ലൊക്കേഷനിലാണ്. അപ്പൊ 4th ലൊക്കേഷനിലുള്ള എലമെന്റ് ആയ 5നെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടന്റ് അറേ നമുക്ക് പ്രിന്റ് ചെയ്തു വന്നു. ഇനി നമുക്ക് അതായത് ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആവുമോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക നോക്കാം. അപ്പൊ നമുക്ക് 5 ആണ് എലമെന്റ്സ് എങ്കിൽ 1, 2, 3, 4 എലമെന്റ്സ് 5 എലമെന്റ്സ് കൊടുത്തു. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് 6 ലൊക്കേഷനിലെ എലമെന്റ് ആണ്. അപ്പൊ ഡിലീഷൻ നോട്ട് പോസിബിൾ എന്ന് പ്രിന്റ് ചെയ്തു വന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇഫ് കണ്ടീഷൻ ഇവിടെ കൊടുത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിലീഷൻ ഓപ്പറേഷൻ. നിങ്ങൾ പ്രോഗ്രാം ലോജിക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഒറ്റയ്ക്ക് എഴുതിയിട്ട് റൺ ചെയ്ത് നോക്കുക. സി കോഡ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഓഫ് കോഴ്സ് എറേഴ്സ് വരും. എറേഴ്സ് റെക്ടിഫൈ ചെയ്ത് തന്നെ പോവാം. പ്രോഗ്രാം നോക്കാതെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എഴുതിയിട്ട് ഉണ്ടാക്കിയാലേ ഉള്ളൂ പ്രോഗ്രാം എഴുതാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. എറേഴ്സ് ഓഫ് കോഴ്സ് വരും. എറേഴ്സ് ഇങ്ങനെ ഡീബഗ് ചെയ്തിട്ട് ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നതിലാണ് ഒരു ഗുഡ് പ്രോഗ്രാമർ ഇരിക്കുന്നത്. അപ്പോൾ അറേ ഡിലീഷൻ ഓപ്പറേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.